നമ്മളുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉണ്ടാകും. അവർക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഈ സമയത്ത് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു സഹായമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പ് തന്നെയാണ് ഈ സമയത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. 1600 രൂപയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ 100 രൂപയുടെ വർധനവായിരിക്കും സർക്കാർ ഏർപ്പെടുത്തുക എന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന്, അതായത് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള കൃത്യമായിട്ടുള്ള വിശകലനം, ഇതെല്ലാം തന്നെ പരിഗണിച്ച ശേഷമാണ് ഈ ഒരു തുക വർധനവ്. അതുമാത്രമല്ല, നമുക്ക് 2500 രൂപ വരെ നൽകുമെന്ന പറഞ്ഞ അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ കൂടിയാണിത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന് ഈ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുവാൻ സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും കൃത്യമായിട്ട് മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി, അത് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളുടെയും ഒടുവിൽ നൽകുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന പെൻഷനിൽ ഒരു ചെറിയ വർധനവ് കൂടി ഉൾപ്പെടുത്തുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക സഹായം 100 രൂപ കൂടി വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് 1700 രൂപയോളം എത്തിച്ചേരും. പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ശ്രദ്ധിക്കുക. എത്രയും വേഗം അപേക്ഷകൾ വെക്കുവാനുള്ളവർ അപേക്ഷ വെക്കുക. വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി, കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ പെൻഷൻ അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ മുൻപ് പറഞ്ഞ കാര്യം, നമ്മളുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ, അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിൽ ആകുന്നില്ല എങ്കിൽ, അതോടൊപ്പം തന്നെ 2 ഏക്കറിന് മുകളിലൊക്കെ പുരയിടം ഇല്ല എങ്കിൽ, അതോടൊപ്പം തന്നെ വീടുകളിൽ 4 ചക്ര വാഹനങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് സാമ്പത്തിക സഹായം ബാങ്കുകളിലേക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് കൈകളിലേക്ക് വാങ്ങുന്നതിനുള്ള സംവിധാനം സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിച്ചാൽ 45 ദിവസത്തിന് ശേഷം അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാകും. അപേക്ഷ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാരണം അത് ബാധകമല്ല എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അപ്പീൽ നൽകുന്നതിനുള്ള അവസരം ഉൾപ്പെടെ ഉണ്ടാകും. ഈ ആനുകൂല്യങ്ങൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക.